ആദ്യമായിട്ട് അണ്ടമാന് പുറത്തുനിന്നൊരു ഏജൻസി അവിടെ ചെല്ലുന്നത് കേരള എക്സൈസ് ആണ്. അപ്പം നമ്മൾ അത്രയും വലിയ ഇടപെടൽ നടന്നു. ഈ ഡ്രഗ് ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ഇഷ്യൂ ആണ്. അത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് ഏത് കാര്യവും എല്ലാം ഗ്ലോബലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെയും കാര്യത്തിൽ രാജ്യങ്ങളിൽ നിന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. പിന്നെ കേരളത്തിലേക്ക് ഇത് വരുന്നത് എവിടുന്ന, ഇന്ത്യയിലേക്ക് എങ്ങനെ വരുന്നത്, അത് ആദ്യം നമ്മൾ നോക്കണം. പ്രധാനമായിട്ടും വരുന്നത് 2 തുറമുഖങ്ങളിലൂടെയാണ്. ഒന്ന് ഗുജറാത്തിലെ മുന്ദ്ര, 2 മുംബൈ. ഈ 2 തുറമുഖങ്ങളിലൂടെയാണ് ആയിരക്കണക്കിന് കോടിയുടേതാണ് വരുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ആണ് ബാക്കി സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. കേരളത്തിലേക്ക് ഇത് വരുന്നത് ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നുമാണ് വലിയ തോതിൽ വരുന്നത്. സംസ്ഥാനത്തിന് പുറത്തു നിന്നാണ്. കേരളത്തിലെ എക്സൈസിന് സംസ്ഥാനത്തിനകത്താണ് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുക. എന്നാൽ മറ്റ് അന്വേഷണ ഏജൻസികൾ സംസ്ഥാനത്തിന് പുറത്തുള്ളവരുമായിട്ട് ഏകോപിച്ച് ഇക്കാര്യങ്ങൾ കണ്ടെത്താനും തടയാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത് വലിയ തോതിൽ നടത്തി. അടുത്ത കാലത്ത് ഇപ്പോൾ ഒരു വലിയ ഒരു ഇടപെടൽ എക്സൈസ് നടത്തിയത്, ഇപ്പോൾ എക്സൈസ് മഞ്ചേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കിട്ടിയ തുമ്പ് വെച്ച് ആൻഡമാൻ നിക്കോബാർ വരെ നമ്മൾ പോയി, നമ്മുടെ എക്സൈസ് സംഘം പോയി. എനിക്ക് ഓർമ്മയുണ്ട്, അത് എല്ലാ നടപടിക്രമങ്ങളും മറികടന്ന് അവർക്ക് ഉത്തരവ് കൊടുക്കുകയാണ് ചെയ്ത് പോകാൻ. കാരണം വലിയ നടപടിക്രമങ്ങളാണ്. ഇവർക്ക് വിമാനയാത്ര നടത്തണമെങ്കിൽ തന്നെ തട്ടുകൾ കടന്ന് മന്ത്രിയുടെ അടുത്ത് വന്ന് അപ്രൂവലൊക്കെ വേണം. ഇത് അവർക്ക് അനുമതി കൊടുത്തു, കാര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്തിട്ട്. അവര് അണ്ടമാനിൽ പോയിട്ടാണ് 100 കോടി രൂപയുടെ മയക്കുമരുന്ന് ബങ്കറിൽ ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്തുകയും അതിനകത്ത് വെച്ച് തന്നെ നശിപ്പിക്കുകയും, കാരണം പുറത്തെടുക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെയാണ് അണ്ടമാൻ ഭരണകൂടത്തിന് തന്നെ അണ്ടമാൻ ഒരു പ്രധാനപ്പെട്ട ഹബ്ബാണ് ഇതിന്റെ എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാവുന്നത്. ആദ്യമായിട്ട് അണ്ടമാന് പുറത്തുനിന്നൊരു ഏജൻസി അവിടെ ചെല്ലുന്നത് കേരള എക്സൈസ് ആണ്. അപ്പം നമ്മൾ അത്രയും വലിയ ഇടപെടൽ നടന്നു. ആന്ധ്രയിലും മറ്റുമൊക്കെ പോയിട്ട് ഈ കിട്ടിയ വിവരത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസ് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഇന്റർനാഷണൽ നാഷണൽ കണക്ഷൻ നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അതിന് ഏകോപിതമായിട്ടുള്ള പ്രവർത്തനം വേണം. വിവിധ സംസ്ഥാനങ്ങളിലെ ഏജൻസികൾ ഏകോപിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. കേരള എക്സൈസ് മികച്ച അഭിമാനകരമായിട്ടൊരു പ്രവർത്തനം നടത്തുന്നു. അത് നമുക്ക് ഈ കേസിന്റെ എണ്ണത്തിൽ നോക്കിയാൽ കാണാം. പിടിച്ചെടുക്കുന്ന ലഹരി വസ്തുക്കളുടെ അളവ് ഗണ്യമായിട്ട് വർദ്ധിച്ചതിൽ കാണാം. പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഈ സീഷം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് എൻഫോഴ്സ്മെന്റിന്റെ കാര്യം. ചുരുക്കി പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റിന്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ അതിർത്തി പ്രദേശങ്ങളിൽ മുഴുവൻ പട്രോളിങ്ങിന് വേണ്ടി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി. കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് കെമു എന്ന പേരിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആധുനിക ഉപകരണങ്ങൾ എക്സൈസിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പുതിയ വാഹനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡേറ്റാ ബാങ്ക് ക്രിമിനലുകളുടെ ഹാബിച്വൽ ഒഫൻഡേഴ്സിന്റെ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുടെ അളവ് വർദ്ധിപ്പിക്കണം. അത് നിയമം ഭേദഗതി ചെയ്യേണ്ട കേന്ദ്ര ഗവൺമെന്റാണ്. കത്തെഴുതിയിട്ട് ഇതുവരെ പ്രതികരണം ഉണ്ടായിട്ടില്ല. നമ്മുടെ MP-മാരോട് പറഞ്ഞിട്ട് ഈ കാര്യം ഉന്നയിക്കണം എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് അതിന് തയ്യാറായിട്ടില്ല. ഞാൻ ഒരു പത്രപ്രവർത്തകൻ നിലയ്ക്ക് ഞാൻ ഈ ശ്രീ അമിത് ഷാ ആഭ്യന്തരമന്ത്രി, അദ്ദേഹം ഇതിന്റെ കൂടി മന്ത്രിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 3 മാസത്തിലേക്ക് ഒരിക്കലെങ്കിലും അദ്ദേഹം ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത് പെടുകയും ഇതിനെതിരെ ഒരു കമ്പൈൻഡ് യുദ്ധം നടത്തണമെന്ന് വളരെ ഒരു 3 മാസത്തിൽ ഒരിക്കലും വെച്ച് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കാണാറുണ്ട്. കേന്ദ്ര സർക്കാർ എത്രത്തോളം ഇതിൽ ഇഫക്റ്റീവാണ്, എത്രത്തോളം സംസ്ഥാന സർക്കാരുമായിട്ട് സഹകരിക്കുന്നുണ്ട്, ഈ പ്രശ്നത്തെ അപ്ഫ്രണ്ടായിട്ട് ഇതിൽ അഡ്രസ് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ കേരളത്തിൽ നിന്ന് ഞാൻ പങ്കെടുത്തിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എക്സൈസ് മന്ത്രിമാരെല്ലാവരും ആ യോഗത്തിലുണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ഏകോപനം ശക്തിപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ഈ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുടെ അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് അത്തരം നടപടികൾ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാവണം. കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അളവ് വർദ്ധിക്കുന്ന ഒരാളുടെ അടുത്ത് പിടിച്ചാൽ കേസെടുക്കാവുന്നതാണ്. അപ്പൊ അത് വർദ്ധിപ്പിക്കണം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് ഇനി നടപടി ഉണ്ടാവേണ്ടതാണ്. ഇനി ഒരു ഭാഗം ഇത് എൻഫോഴ്സ്മെന്റ്, 2 നമ്മളിതിനെ എൻഫോഴ്സ്മെന്റ് കൊണ്ട് മാത്രം നേരിടാവുന്ന ഒരു പ്രശ്നം, ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അപ്പൊ അതിനെ ആ നിലയിൽ കണ്ട് ഇന്ത്യയിൽ നിന്നല്ല ഒരുപക്ഷെ ലോകത്ത് കേരളത്തിൽ ഇടപെട്ടതുപോലെ മറ്റെവിടെ ഇടപെട്ടിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ വിപുലമായ ബോധവൽക്കരണ പരിപാടി നടത്തി. സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി ചെയർമാനും എക്സൈസ് മന്ത്രി സഹ ചെയർമാൻ കോ ചെയർമാനുമായിട്ടുള്ള ഒരു സമിതി പ്രവർത്തിക്കുന്നു.
ജില്ലാ തലത്തിലുണ്ട്, തദ്ദേശ സ്ഥാപന തലത്തിലുണ്ട്, വാർഡ് തലത്തിലുണ്ട്, ഓരോ വിദ്യാലയ തലത്തിലുണ്ട്. വിദ്യാലയങ്ങളിൽ അധ്യാപകന് ചുമതലയുണ്ട്. പോലീസ് യോദ്ധാവ് എന്ന പേരിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. എക്സൈസിന്റെ പ്രത്യേകമായിട്ട് വിമുക്തി മിഷന്റെ ബോധവൽക്കരണ പരിപാടികളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ഇതിനിരയാവുന്ന കുട്ടികളുണ്ട്. പ്രധാനമായിട്ട് കുട്ടികളെയാണല്ലോ ലക്ഷ്യം വെക്കുന്നത്. ചെറുപ്പത്തിലെ പിടികൂടുക എന്നുള്ളതാണ് മുദ്രാവാക്യം. അപ്പോൾ ഈ ഇരയാവുന്നവരെ നമ്മൾ കുറ്റവാളികളായിട്ടല്ല കാണുന്നത്. അവരെ ഈ പടുകുഴിയിൽ നിന്ന് കൈപിടിച്ച് കയറ്റുക എന്നതാണ്. അതിന് ഒരുപക്ഷെ വിമുക്തി ഇന്ത്യക്ക് മാതൃകയാണ്. ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള പദ്ധതിയാണ്. പിന്നെ നമ്മൾ വലിയ മനുഷ്യച്ചങ്ങലയും മറ്റും വലിയ ബഹുജന ക്യാമ്പയിനും ഒക്കെ നടത്തിയത് ഓർക്കുന്നുണ്ടാവും. അത് തുടരണം. ഇത് മതിയെന്ന് ചോദിച്ചാൽ പോരാ, തീർച്ചയായിട്ടും പോരാ, തുടരണം. അത് കൂടുതൽ വിപുലമായി ഈ ഗവൺമെന്റ് അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതൊരു സാമൂഹ്യ പ്രശ്നം എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല, എല്ലാവരും ഒരുമിച്ച് അണിനിരക്കേണ്ട, എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തേണ്ട ഒരു സാമൂഹ്യ പ്രശ്നമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. സാക്ഷരതയും അതുപോലെ ജനകീയാസൂത്രണമൊക്കെ പോലെ വലിയ തോതിൽ ജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള മനുഷ്യരുടെ പിന്തുണയോടുകൂടി ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ, കാരണം ഇത് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പം കേരളത്തിലെ ജയിലുകളിലുള്ള ചെറുപ്പക്കാരുടെ എണ്ണം അത് അംഗീകരിക്കാൻ പറ്റാത്തതും വലുതാണ്. ഇത് പിടിക്കപ്പെടുന്ന ആളുകൾ അവരവിടെ നിന്ന് എങ്ങനെയാണ് പുറത്തു പോകുന്നത് അറിയത്തില്ല. പക്ഷേ ജീവിതം തീർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. അത് പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിൽ പഠിച്ചിട്ട് 1-2 വർഷമൊക്കെ പഠിച്ചിട്ട് ജയിലിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഒരു സൊസൈറ്റിയുടെ പ്രശ്നം. ഒരു ക്രിമിനലോ 2 പേരോ ആകുന്നതല്ല, ഒരു ജനറേഷനിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ടി നിങ്ങളെ ഇത്ര സഹായിക്കുന്നു. കാരണം ഇതിനകത്ത് ഈ പറയുന്ന പോലെ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വരുന്നതിന് ശേഷം അതിർത്തിക്കപ്പുറത്തേക്ക് അവിടെ വരെ കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എത്രത്തോളം ഏകോപനം നടക്കുന്നുണ്ട്? കൂടുതൽ ഏകോപനം ഉണ്ടാവേണ്ടതുണ്ട്. ഞാനിപ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ അതിനകത്ത് രാഷ്ട്രീയമേ അല്ല ഞാൻ പറയുന്നത്. കൂടുതൽ ഏകോപനം ഉണ്ടാവേണ്ടതുണ്ട്. ആവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾക്കും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവേണ്ടതാണ്.